ചത്തപ്പച്ച ദ റിംഗ് ഓഫ് റൗഡീസ്. എനിക്ക് സിനിമ മൊത്തത്തിൽ നോക്കിയ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നത്. ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിയത് കിഡിലനായിട്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ശരിക്കും കിഡിലായിരുന്നു. ഒരു ആലപ്പുഴ ജിംഖാന വൈബ്. അതേപോലത്തെ ഒരു കഥയും വലിയ കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ട. എന്റർടൈൻ ചെയ്ത് ഇരുത്തും ഫസ്റ്റ് ഹാഫ്. കുറെ തലതെറിച്ച പണിയില്ലാത്ത പിള്ളേർ അവര് റെസ്ലിംഗ് എന്ന അവരുടെ പാഷൻ ഉപയോഗിച്ച് പ്രശസ്തിയും പേരും പൈസയും ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ കഥ. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ഫസ്റ്റ് ഹാഫിൽ എടുത്തിട്ടുണ്ട്. കിഡിലും എന്റർടൈൻ ചെയ്ത രീതി തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. കോമഡി ആണെങ്കിലും ഇതിനകത്ത് അസ്ഥാനത്തിലുള്ള കുറെ എലിവേഷൻ സീക്വൻസസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ കണക്ട് ആവും. അതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ വൈബ് ഫസ്റ്റ് ഹാഫ് തന്നെ സിനിമയുടെ. ശരിക്കും പറഞ്ഞാൽ ഈ അതേ പാറ്റേണിൽ തന്നെ അവർക്കും സെക്കൻഡ് ഹാഫിലും അവർക്ക് കൊണ്ടുപോയായിരുന്നു എനിക്ക് തോന്നിപ്പോയി. ആലപ്പുഴ ജിംഖാനിൽ എന്തായിരുന്നു നടന്നത്? ഫസ്റ്റ് ഹാഫിൽ അവരങ്ങനെ ബിൽഡ് ചെയ്ത് സെക്കൻഡ് ഹാഫിൽ അവർ മെയിൻലി അവർ ആ ബോക്സിങ് അതിൽ ഫോക്കസ് ചെയ്തു. ഇതിനകത്ത് ശരിക്കും പറഞ്ഞ റെസ്ലിംഗിൽ ഫോക്കസ് ചെയ്തായിരുന്നു ഈ പണം ശരിക്കും കിടിലനായിരുന്നു. പക്ഷെ അതിന്റെ പകരം ഇതിനകത്ത് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ചേട്ടനും അനിയനും തമ്മിലുള്ള കുറെ അടിയിടിയും പിന്നെ കുറെ കുത്തിത്തിരിപ്പും അങ്ങനത്തെ കുറച്ച് പരിപാടിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയി അവസാനം കൊണ്ടുപോയി കുളവാക്കിയ ഒരു അവസ്ഥയാണ് തോന്നിയത്. ഈ ചേട്ടൻ അനിയൻ തമ്മിലുള്ള ബന്ധം, അവരുടെ ഒരു ബോണ്ടിങ്, അവരുടെ റാപ്പേർട്ട് അതൊന്നും മര്യാദക്കല്ല ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വലിയൊരു ഇമോഷണൽ കണക്ഷനോ ഒരു ഡെപ്തോ അവർ തമ്മിലുള്ള കണക്ഷൻ നമുക്കൊന്നും തോന്നില്ല. ഇതിനെല്ലാം കാരണക്കാരൻ ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. വളരെ വീക്ക്, വളരെ പുവർ സ്ക്രിപ്റ്റാണ് സിനിമേനെ ഒരു ആവറേജ് ഘട്ടത്തിലോട്ട് എത്തിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോ ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ട് എക്സൈറ്റഡ് ആവാം. പക്ഷെ ആ ക്യാമിയോ പോലും സെക്കൻഡ് ഹാഫിന്റെ ഒരു അവസ്ഥ ഇങ്ങനെ ഡൗൺ ആയതുകൊണ്ടും ഒരു അവിയൽ പരുവത്തിലായതുകൊണ്ടും എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറിന് ഒരു അവസ്ഥയായ ആ ഒരു ക്യാമിയോയുടെ കാര്യം പോലും. ആ ഒരു ക്യാമിയോ ആദ്യം കാണാൻ നമുക്കൊരു ഉഷാറ് വരും. പക്ഷെ പിന്നീട് അതിന് വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ് സത്യം. പക്ഷെ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി വളരെ മോശമായിരുന്നില്ല. അവരെങ്ങനെയെങ്കിലും റഷ് ചെയ്ത് ക്ലൈമാക്സിലോട്ട് എത്തിച്ചപ്പോഴാണ് ഈ സിനിമ ആ ഒരു സെക്കൻഡ് ഹാഫിന് ഇമ്പാക്ട് കംപ്ലീറ്റ്ലി കൈവിട്ട് പോയത്. പിന്നെ ഇതിലെ പെർഫോമൻസസ് അടിപൊളിയായിരുന്നു. ഇറ്റ്സ് ആൻഡ് എവ്രി വൺ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അർജുൻ അശോകൻ നല്ല വൈബ് പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ വിശാഖ് നായറും ശരിക്കും ഞെട്ടിച്ചിട്ടോ. ആ ഒരു കുത്തിത്തിരിപ്പ് ക്യാരക്ടർ നല്ല വെറുപ്പിച്ച രീതി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറെ ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും അടിപൊളിയായിരുന്നു. റോഷൻ മാത്യു നന്നായിരുന്നു. ഇഷാൻ ഷൗക്കത്ത്, ലക്ഷ്മി മേനോൻ, സിദ്ദീഖ്, റാഫി, കാർമനസ് മാത്യു, പിന്നെ മൈനൺ, തെസ്നി ഖാൻ, ഖാലിദ് അൽ മെരി, പിന്നെ വേദിക ശ്രീകുമാർ നല്ല ക്യൂട്ട് തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക് മുജീബ് മജീദ് ഓരോ സിനിമയിൽ വന്ന് ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും. എക്കോല് ഞെട്ടിച്ചു, അതേപോലെ ഇതിനകത്ത് വന്ന് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ മുജീബ് മജീദ് സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അസ്ഥാനത്തുള്ള കുറെ എലിവേഷൻ സീക്വൻസ് ഉണ്ട്. അവിടെയൊക്കെ മുജീബിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ മാജിക് നമുക്ക് കാണാൻ പറ്റും. ശങ്കർ എസ്എൽവയുടെ പാട്ടുകളാണെങ്കിൽ പോലും ആ ചത്ത പച്ച എന്ന ടൈറ്റിൽ ട്രാക്ക് സിനിമയ്ക്ക് നല്ല രീതിയിൽ ആപ്റ്റ് ചെയ്യുന്നു. അത് കിടിലം തന്നെയായിരുന്നു. ബാക്കിയുള്ള പാട്ടുകൾ അങ്ങനെ വലിയ ഒരു സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിന്റെ വിഷ്വൽ നല്ല കളർഫുൾ ആയിരുന്നു, നല്ല വൈബ്. പിന്നെ ഇതിന്റെ ക്യാമറ വർക്കും എടുത്തു പറയണം. സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തെ ഒരു തൊട്ട് മുന്നത്തെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അവിടെയൊക്കെ നല്ല രീതിയിൽ കിടിക്കാശി ക്യാമറ വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റൺസ്, സ്കാല കിങ്സിന്റെ സ്റ്റൺസും കമന്റബിൾ വർക്ക് തന്നെ. കളർ ഗ്രേഡിങ് നന്നായിരുന്നു. എഡിറ്റിംഗ് കുറച്ചും കൂടെ മെനി ആക്കായിരുന്നു തോന്നുന്നു, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോൾ. പറയുവാണെങ്കിൽ സിനിമ ഒരു വളരെ മോശം സിനിമയല്ല. ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് അത്യാവശ്യം തരുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ റെസ്ലിംഗ് ഇഷ്ടമാണ്, അത്യാവശ്യം കുറച്ച് ഒരു ഡീസന്റ് എന്റർടൈനർ ആണ് പ്രതീക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്ന തന്നെയാണ്. ഭയങ്കര ഒരു ഡിസപ്പോയിന്റിങ് സംഭവമൊന്നും ഫീൽ ചെയ്യില്ല. ആകെ ബെറ്റർ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ കിടിലനായനെ. എന്ത് വന്നാലും എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് എന്റർടൈനർ ആയിട്ടാണ് തോന്നിയത്. കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അബി റിവ്യൂസ്.